നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. VC നിർണയ സമിതിയിലേക്ക് നോമിനിയെ നൽകേണ്ടെന്ന കേരള സർവകലാശാല സെനറ്റ് തീരുമാനം ഗവർണർ റദ്ദാക്കിയേക്കും. ഇതാണ് ഏറ്റവും ഒടുവിലായി ഗവർണർ സർക്കാർ പോര് മുറുകുന്ന സാഹചര്യത്തെ കടുപ്പിക്കുന്നത്. സെനറ്റ് യോഗത്തിൽ അധ്യക്ഷം വഹിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ച ഗവർണർ രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പിന്നാലെ തന്നെ 11 നോമിനികളെയും ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചിരുന്നു. ഗവർണർക്ക് പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാമെന്നായിരുന്നു ആർ ബിന്ദുവിന്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ ഗവർണർ നിയമോപദേശം തേടിയിരുന്നു. ഗവർണർ സർക്കാർ പോരിന് പുതിയ ഇന്ധനമായി കേരള സെനറ്റ് യോഗത്തിലെ നാടകീയ സംഭവങ്ങൾ. പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായി ചേർന്ന സെനറ്റ് യോഗമാണ് സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനിയെ നൽകേണ്ടതെന്ന് തീരുമാനിച്ചത്. മന്ത്രി അധ്യക്ഷയായത് ചട്ടവിരുദ്ധമാണ് എന്ന് 2ാം ദിവസവും ചാൻസലർ പരസ്യമായി വ്യക്തമാക്കുന്നു. ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർക്കാണ് അധികാരമെന്ന് ആവർത്തിച്ചാണ് ബിന്ദുവിന്റെ പ്രതിരോധം. യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കം രജിസ്ട്രാർ ഇന്നലെ രാജ്ഭവന് കൈമാറിയിരുന്നു. സെനറ്റ് തീരുമാനങ്ങൾ ചാൻസലർ റദ്ദാക്കാനാണ് നീക്കം. VC അധ്യക്ഷനാകണം, അല്ലെങ്കിൽ ചാൻസലർ പ്രോ ചാൻസലർ അധ്യക്ഷനാകാൻ ചുമതലപ്പെടുത്തണം എന്നാണ് ചട്ടമെന്ന് രാജ്ഭവൻ വിശദീകരിക്കുന്നു. VCയിൽ നിന്ന് റിപ്പോർട്ട് തേടിയേക്കാനും രാജ്ഭവൻ തീരുമാനമുണ്ട്. സംഘർഷത്തിനിടെ സെനറ്റിൽ ഗവർണറുടെ നോമിനികളും UDF മുന്നോട്ട് വെച്ച പേരുകളിൽ ഒന്ന് അംഗീകരിച്ച് സെർച്ച് കമ്മിറ്റിയുമായി ചാൻസലർ മുന്നോട്ട് പോവുകയാണ്. ഗവർണറുടെ 11 നോമിനികളും സെനറ്റിൽ നടന്ന കാര്യങ്ങൾ ഗവർണറെ ധരിപ്പിച്ചു. സെനറ്റ് തീരുമാനം റദ്ദാക്കിയാൽ കേരള സർവകലാശാല ഹൈക്കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. ഗവർണർ നിയമം പഠിക്കണം എന്നാവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ പിന്തുണച്ച് സെനറ്റിലെ ഇടതംഗങ്ങൾ വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെയെല്ലാം ഗവർണർ പറഞ്ഞത് എനിക്ക് ക്രിമിനലുകളോട് സംസാരിക്കാനില്ല എന്നായിരുന്നു. എന്തായാലും ഗവർണർ നിയമം പഠിക്കണം എന്ന ഇടത് അംഗങ്ങളുടെ വാർത്താക്കുറിപ്പിലൊക്കെ തന്നെ അദ്ദേഹം തിരിച്ച് കൃത്യമായ മറുപടിയാണ് നൽകുന്നത്. രാജ്ഭവനിൽ കൊടികൊണ്ട ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വീണ്ടും ഒരു ഗവർണർക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരു നീക്കം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.